തടകുടഞ്ഞ സിംഹമായി അരവിന്ദ് കേജ്രിവാൾ. അരവിന്ദ് കേജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചു കോടതി. അതിൽ പ്രതികരണവുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും രംഗത്തെത്തിയിരിക്കുന്നു. കേജ്രിവാളിന് ജാമ്യം ലഭിച്ചതിനെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം സ്വാഗതം ചെയ്തപ്പോൾ ജൂൺ 2-ന് കേജ്രിവാൾ ജയിലിലേക്ക് തന്നെ മടങ്ങണമെന്ന് ഓർമ്മിപ്പിച്ച് BJPയും രംഗത്തെത്തി. കേജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാരും EDയും ശക്തമായി എതിർത്തെങ്കിലും 21 ദിവസത്തെ ജാമ്യം അനുവദിച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അരവിന്ദ് കേജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചത് യഥാർത്ഥ അത്ഭുതം തന്നെയാണെന്ന് ആം ആദ്മി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചു. 40 ദിവസത്തിനുള്ളിൽ ഇടക്കാല ജാമ്യം ലഭിച്ചത് ഒരത്ഭുതം തന്നെയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റം അനിവാര്യമാണെന്ന ദൈവത്തിൻ്റെ സന്ദേശമാണ് സുപ്രീം കോടതി വിധിയിലൂടെ തെളിയിക്കുന്നതെന്ന് ആം ആദ്മി നേതാക്കൾ പറഞ്ഞു. ബജറംഗ് ബലിയുടെ അനുഗ്രഹം കേജ്രിവാളിനുണ്ട്. അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഇത് ചെറിയ കാര്യമല്ല, വലിയൊരു ദൗത്യവുമായാണ് അദ്ദേഹം ഇറങ്ങുന്നത്. ഇതാണ് ആം ആദ്മി നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മാത്രമാണ് കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചതെന്ന് സുപ്രീം കോടതിയുടെ വിധിയിൽ തന്നെ സ്പഷ്ടമാണ്. ജൂൺ 1-ന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും ജയിലിലേക്ക് മടങ്ങണം. ഇതാണ് BJP നേതാവ് മഞ്ജീന്ദർ സിംഗ് സിർസ പ്രതികരിച്ചത്. കേജ്രിവാൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി പ്രതികരിച്ചു. കേജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചതിൽ താൻ അതീവ സന്തുഷ്ടയാണെന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പുറത്തിറങ്ങുന്നത് വളരെയധികം സഹായകമായിരിക്കുമെന്നും മമതാ ബാനർജി എക്സിൽ കുറിച്ചു. മാറ്റത്തിൻ്റെ വലിയ അടയാളമാണ് കേജ്രിവാളിന് ലഭിച്ച ജാമ്യമെന്ന്, ഇടക്കാല ജാമ്യമെന്ന് ശിവസേന നേതാവ്, അതായത് ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് ആദിത്യ താക്കറെ പ്രതികരിച്ചു. കേജ്രിവാൾ സത്യം പറയുന്നതിനെയാണ് BJP എതിർക്കുന്നത്. അദ്ദേഹത്തിനും ഇന്ത്യ സഖ്യത്തിനും ഈ ഇടക്കാല ജാമ്യം വലിയ കരുത്ത് നൽകും. ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുമെന്നും ആദിത്യ താക്കറെ പറഞ്ഞു. കേജ്രിവാളിന് ജാമ്യം ലഭിച്ചതിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ച കോൺഗ്രസ് വക്താവ് പവൻ ഖേര ജയിലിലേക്കുള്ള ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ചു. കേജ്രിവാൾ ഇറങ്ങുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്. കേജ്രിവാളിൻ്റെ തട്ടകം ഡൽഹിയാണ്. പക്ഷേ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ നിർണായക ഘടകമാണ്. കേജ്രിവാൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. കേജ്രിവാളിനെ ജയിലിൽ അടച്ചതോടെ ഇന്ത്യ മുന്നണിയെ തകർക്കാനാണ് നരേന്ദ്രമോദി ശ്രമിച്ചത്. EDയെ ഉപയോഗിച്ച് തനിക്ക് ഇഷ്ടമില്ലാത്ത നേതാക്കളെയെല്ലാം വേട്ടയാടുക എന്നത് നരേന്ദ്രമോദിയുടെ നയമാണ്. ഒരുപാട് കാലം നരേന്ദ്രമോദി പയറ്റിയ തന്ത്രം. EDയെ ഉപയോഗിക്കുക, CBIയെ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച്, അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ തകർക്കുക. ഇതാണ് BJP കാലങ്ങളായി പയറ്റുന്ന തന്ത്രം. ആ തന്ത്രം അരവിന്ദ് കേജ്രിവാളിൻ്റെ കാര്യത്തിൽ മാറിപ്പോയിരിക്കുന്നു. അദ്ദേഹം ഇറങ്ങുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി. സ്റ്റാർ പ്രചാരകൻ, ഇന്ത്യ മുന്നണിയുടെ സ്റ്റാർ പ്രചാരകൻ ഇനി അരവിന്ദ് കേജ്രിവാൾ ആയിരിക്കും. തടകുടഞ്ഞ സിംഹം പോലെ അദ്ദേഹം എത്തിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് ആവേശം, ഇന്ത്യ മുന്നണിക്ക് ആവേശം. അരവിന്ദ് കേജ്രിവാൾ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. അഴിമതിക്കെതിരെ എക്കാലവും പോരാട്ടം നടത്തിയ വ്യക്തി. ആദ്യകാലങ്ങളിൽ ആം ആദ്മി പാർട്ടിയെ BJP പിന്തുണച്ചിരുന്നു കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി. പിന്നീട് ആം ആദ്മി പാർട്ടിയും BJPയും അകന്നു. അപ്പോൾ BJPയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതായി അരവിന്ദ് കേജ്രിവാൾ മാറി. അരവിന്ദ് കേജ്രിവാളിനെ തകർക്കാൻ BJP പല തന്ത്രങ്ങളും പയറ്റി. ആ തന്ത്രങ്ങളൊന്നും ഫലവത്തായില്ല. ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു സുപ്രീം കോടതി. അരവിന്ദ് കേജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങാം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അരവിന്ദ് കേജ്രിവാൾ ഇറങ്ങുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്നത് ഒരു ഹിറ്റ് മേക്കറെയാണ്. അരവിന്ദ് കേജ്രിവാളിൻ്റെ സാന്നിധ്യം ഇന്ത്യ മുന്നണിക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി മാറിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അരവിന്ദ് കേജ്രിവാളിൻ്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അരവിന്ദ് കേജ്രിവാൾ വന്നിരിക്കുന്നത്
ഒരൊന്നൊന്നര വരവാണ്. BJPയുടെ അടിസ്ഥാനം ഇളക്കുന്ന വരവ്. അരവിന്ദ് കെജ്രിവാൾ തടകുടഞ്ഞ സിംഹമാണ്. മുറിവേറ്റ ശേഷം തടകുടഞ്ഞണീക്കുന്ന സിംഹം. അതിന് ശക്തി കൂടും. ഒന്നും ചെയ്യാൻ പറ്റില്ല മോദിക്ക്.